കഥ. തൃശൂർ കാക്കകൾ ചേക്കേറുന്നൊരിടം. ഞാനും കുഞ്ഞേച്ചിയും ചെറുപ്പത്തിൽ കളിച്ചിരുന്ന കളിയായിരുന്നു ക്ലോക്ക് കളി. പറമ്പിലെ ഒറ്റ കമുകിൽ വലം കൈ കൊളുത്തുപോലെയാക്കി വശത്തേക്കു ചാഞ്ഞുകിടന്ന് തല പിറകിലേക്കു ചെരിച്ചു പിടിച്ച് ഞങ്ങൾ ക്ലോക്കിന്റെ ധ്യാനപൂർണനായ മണിക്കൂർ സൂചിയെ ഉണ്ടാക്കി. ഇടംകാൽ നിലമുട്ടാതെ മടക്കി വെച്ചാൽ ഇടയ്ക്കിടെ താഴേക്ക് വഴുതുന്ന ചഞ്ചലചിത്തനായ മിനിറ്റു സൂചിയുമാവും. കമുകിനു ചുറ്റും വട്ടപ്പാലം കറങ്ങുമ്പോൾ നിവർത്തിയ ഇടം കൈ പക്ഷിച്ചിറകുപോലെ വിറപ്പിച്ച് സെക്കൻഡ് സൂചി. ഒന്നല്ല രണ്ടല്ല 3 പേര്, മൂന്നേലൊരുത്തൻ മുഴുപ്പിരാന്തൻ എന്ന് പാടിത്തീരുമ്പോഴേക്കും ഒരു വൃത്തം പൂർത്തിയാക്കണം. അല്ലെങ്കിൽ കടം പെരുകി കളി തോൽക്കുമ്പോൾ മണ്ണിൽ ഞങ്ങളുടെ ഭ്രമണപഥം ഒരു വാച്ചിന്റെ റേഡിയം ഡയൽ പോലെ തഴമ്പിച്ചു കിടക്കുമായിരുന്നു. കരുണേട്ടന്റെ വാച്ച് പീടികയിലേക്ക് പരീക്ഷ ജയിച്ച് കേമനാവലൊന്നും ഉണ്ടാവില്ല, ജീവിക്കാനൊരു പണിയെങ്കിലും ഒപ്പിക്ക് എന്നൊരു കിഴുക്കോടെ എന്നെ പറഞ്ഞയക്കുമ്പോൾ കുഞ്ഞേച്ചി ഞങ്ങളുടെ ആ പഴയ ക്ലോക്ക് കളിയൊന്നും ഓർത്തിരിക്കാൻ ഇടയില്ല. നടക്കല്ലിൽ ഒരൽപ്പം പരിഭ്രമത്തോടെ നിന്ന എന്നെ ടീച്ചർ ഇന്നലെ പറഞ്ഞായിരുന്നു, കേറി വാടാ എന്ന് കരുണേട്ടൻ അകത്തേക്ക് ക്ഷണിച്ചു. അതൊരു ചെറിയ മുറിയായിരുന്നു. K&K വാച്ച് റിപ്പയറിംഗ് കമ്പനി എന്നെഴുതിയ പെയിന്റിളകിയ ബോർഡ് മൂലയിൽ ചാരി നിൽക്കുന്നു. വാതരോഗികൾ, ഹൃദ്രോഗബാധിതർ, മസ്തിഷ്ക ജ്വരം ബാധിച്ചവർ, വിഷാദരോഗികൾ തുടങ്ങി രോഗഗ്രസ്തരായ അനേകം ക്ലോക്കുകളും ടൈംപീസുകളും വാച്ചുകളും ഭിത്തിയിലും മേശപ്പുറത്തുമൊക്കെയായി ചിതറിക്കിടന്നു. ഏതോ ഒരു മാത്രയിൽ നിന്നുപോയവയെയും നിന്നിടത്തു തന്നെ നിന്നുകൊണ്ട് വെറുതെ പിടയുന്നവയെയും വാർഡ്, മോർച്ചറി എന്നിങ്ങനെ ഒരുമിച്ചു ചേർത്തു ഞാൻ വിളിച്ചു സമയത്തിന്റെ ആശുപത്രി. മുറിയുടെ നീളത്തിൽ അനേക വർഷങ്ങളുടെ അഴുക്കുപുരണ്ട ഒരു കയർ കെട്ടിയിരുന്നു. അതിൽ പിടിച്ചു തൂങ്ങി ചുവരലമാരയിൽ നിന്നും കത്രിക പോലെ എന്തോ എടുത്തുകൊണ്ട് കസേരയിലേക്ക് മടങ്ങുമ്പോൾ കരുണേട്ടനെ കാലുകളില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഉണ്ട്, ഉണങ്ങി ചുള്ളിക്കമ്പു പോലെ ചുരുണ്ട്. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ കരുണേട്ടൻ ചിരിച്ചു. ചെറുപ്പത്തിലേ ഇങ്ങനായിരുന്നടാ, അതുകൊണ്ട് നടക്കാൻ പറ്റൂല, നിരങ്ങാം. ഒരു ക്ലോക്കിന്റെ പെൻഡുലം ചട്ടുകം പോലെ കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് കരുണേട്ടൻ തുടർന്നു. നീ ഏതായാലും അപ്രന്റീസ് ആവാൻ വന്നതല്ലേ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അങ്ങനല്ലേ അതിൻ്റെ ഒരു രീതി, എന്നിട്ട് തീരുമാനിക്കാം നിക്കണോ പോണോന്ന്. എന്താ? ഞാൻ തലയാട്ടി. എന്നാ കേട്ടോ. ചോദ്യം നമ്പർ 1, പൂവൻകോഴി കൂവുന്നത് എപ്പോഴാണ്? എന്നെ പരിഹസിക്കുന്ന കുട്ടി ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പുലർച്ചയ്ക്ക്. ശരി. രണ്ടാമത്തെ ചോദ്യം, 4 മണിപ്പൂ വിരിയുന്നത് എപ്പോൾ? ഞാനൊരു കുട്ടിയല്ല എന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു. ഇത്തിരി ഒന്ന് ആലോചിച്ചു പറഞ്ഞു, വൈകിട്ട് ഒരു 3-3:30 ആവുമ്പോൾ. കരുണേട്ടൻ ക്ലോക്കിന്റെ സ്പ്രിംഗ് ഞരമ്പ് വിരലുകൾ കൊണ്ട് റബ്ബർ നാട പോലെ നീട്ടുകയും ചുരുക്കുകയും ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് നമ്മളൊരു പൂ പറിക്കുന്നത്? ചോദ്യത്തിൽ നിന്ന് സമയം ഒരു ബാധ പോലെ ഒഴിഞ്ഞുപോയത് ഞാൻ ശ്രദ്ധിച്ചു. വെള്ളിക്കുടപ്പനൊടിഞ്ഞ അരഞ്ഞാണത്തോടൊപ്പം എന്റെ നിഷ്കളങ്കതയും ഞാൻ ഊരിവെച്ചിരുന്നു. ഞാൻ പറഞ്ഞു, പൂവിനോട് സ്നേഹം തോന്നിയിട്ട്. അപ്പോൾ കരുണേട്ടൻ എന്നെ അടിമുടിയൊന്ന് നോക്കി. ശരി, നീ എന്റെ കൂടെ നിന്നോ, ഞാൻ ഓരോന്ന് ചെയ്യണത് നോക്കിയും കണ്ടും പഠിച്ചോണം. അഴിച്ചുകൊണ്ടിരുന്ന ക്ലോക്കിനെ തലകീഴായൊന്ന് പിടിച്ചു കുലുക്കിയപ്പോൾ അതിന്റെ ആന്തരികാവയവങ്ങൾ ഒന്നൊന്നായി മേശമേലേക്ക് വീണു. അവ പെറുക്കിയെടുത്തുകൊണ്ട് കരുണേട്ടൻ പറഞ്ഞു, നമ്മുടെ ഉള്ളിലുമുണ്ടൊരു ക്ലോക്ക്, അത് ശരിക്കും ഓടണം. അതും നേരെയല്ലാത്തവൻ എങ്ങനെ കാലത്തെ അഴിച്ചു പണിയും? നിനക്കതുണ്ട്, നാളെ തൊട്ട് പോര്. ഞാൻ പോന്നു. അങ്ങനെ 1-ാം ദിവസം. പിറ്റേന്ന് ഞാൻ ചെല്ലുമ്പോൾ കരുണേട്ടൻ എത്തിയിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിളിന്റെ പിന്നിൽ കരുണേട്ടനെ ഇരുത്തി അംബികേടത്തി തള്ളിക്കൊണ്ടുവന്നു. പീടികയുടെ തൂണിൽ സൈക്കിൾ ചാരി വെച്ച് അംബികേടത്തി പോയപ്പോൾ കരുണേട്ടൻ പറഞ്ഞു, എന്റെ പെങ്ങളാ, ഒരു പാവം, എന്നെ കൊണ്ടുപോവാൻ ഇനി വൈകുന്നേരവും വരും. കവിളിൽ കരിമംഗലം പടർന്നിട്ടും അംബികേടത്തി കല്യാണം കഴിയാതെ നിൽക്കുകയാണെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ല. കരുണേട്ടൻ ചില വാച്ചുകൾ അഴിക്കുന്നതും അവയുടെ തുറന്ന ഹൃദയത്തിലേക്ക് പുരികത്തിനും കവിളിലിനുമിടയിൽ പൊടിഡെപ്പി പോലുള്ള ലെൻസ് വെച്ച് നോക്കുന്നതും പൽചക്രങ്ങൾക്കിടയിൽ ചെറിയ കൊടിൽ വെച്ച് തിരിക്കുന്നതും നോക്കി ചുറ്റിപ്പറ്റി ഞാൻ നിന്നു. ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുവന്ന പൊതിച്ചോറ് 2ആക്കി ഉണ്ടിട്ട് മേശമേൽ നടുനിവർത്താൻ കിടക്കുമ്പോൾ ഭിത്തിയിലെ മരപ്പിടികളുള്ള വലിയൊരു ക്ലോക്ക് ചൂണ്ടി കരുണേട്ടൻ പറഞ്ഞു, ഇന്നു നമുക്ക് യവനെയൊന്ന് അഴിച്ചു നോക്കണം. നീ അവന്റെ പിന്നിലെ സ്ക്രൂ ഒക്കെയൊന്ന് അഴിച്ചു വെക്ക്. ചിലന്തി വലകൾക്കിടയിൽ നിന്ന് ഭാരപ്പെട്ട് ക്ലോക്ക് മേശപ്പുറത്തു കിടത്തി ചില്ലിന്റെ മൂലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേട്ടാളന്റെ കൂട് കുത്തിക്കളയുമ്പോൾ കരുണേട്ടൻ ഓർമ്മിപ്പിച്ചു,
സൂക്ഷിച്ചു വേണം. ചരിത്രം ഒരുപാട് പറയാൻ പറ്റുന്ന ക്ലോക്കാ, അറിയാവോ? എന്ത് ചരിത്രം? മേശയിൽ കൊടുങ്കൈ കുത്തിക്കിടക്കുന്ന കരുണേട്ടനോട് ഞാൻ ചോദിച്ചു. ഓ, അങ്ങനെ വലുതൊന്നുമല്ല. പണ്ടിവിടുന്ന് തൃശ്ശൂർക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, മാർബഹന. അതിന്റെ കണ്ടക്ടർ നമ്മുടെ ഈ ക്ലോക്കിൽ നോക്കിയിട്ടാ എന്നും വിസിലടിക്കുക. കാലടി ചന്തയ്ക്കും കാളവയലിനുമൊക്കെ പോകാനുള്ളവര് രാവിലെ വന്ന് ഇവിടൊക്കെ നിൽക്കുന്നുണ്ടാവും. സത്യത്തിൽ അവർക്ക് വേണ്ടി പാടൊരുപാട് പെട്ട് ഞാൻ ഉണ്ടാക്കിയതാ ഇത്. തൃശ്ശൂർ പോവാൻ വണ്ടികൾ ഒരുപാടായപ്പോ മാർബഹനം നിർത്തിപ്പോയി. ഈ ക്ലോക്കിന്റെ സമയം ആർക്കും വേണ്ടാതായി. കരുണേട്ടൻ മലർന്നു കിടന്ന് മുകളിലേക്ക് നോക്കി. ഉറക്കൊത്തിയ പൊടി ഓർമ്മകൾ പോലെ താഴേക്ക് വീണുകൊണ്ടിരുന്നു. കണ്ണടച്ചു കിടക്കുമ്പോൾ കരുണേട്ടൻ ചോദിച്ചു, അന്നത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് നിനക്കറിയാമോ? എന്താ? ഞാൻ തലചരിച്ചു നോക്കി. തൃശ്ശൂർ പോയി ശ്രീധരൻ മാഷെ ഒന്ന് കാണണം എന്നായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഉമ്മനോടുള്ള ശ്രീധരൻ മാഷെ കാണാൻ തൃശ്ശൂർക്ക് പോകുന്നത് എന്തിനാ? എടാ പൊട്ട, കരുണേട്ടൻ എന്റെ ചെവിക്ക് പിടിച്ചു. ഇത് ശ്രീധരമേനോനാ, കവി, വൈലോപ്പിള്ളി. നിനക്ക് സ്കൂളിൽ പഠിക്കാൻ കാണുമല്ലോ, മാമ്പഴം. എനിക്ക് പെട്ടെന്ന് മിന്നി. സ്കൂൾ വാർഷികത്തിന് അമ്മാൾ സാർ എന്നെ കൊണ്ട് അങ്ങടത്തൈ മാവിൽ പാടിക്കാൻ നോക്കിയതും ഞാൻ ശരിയാവില്ലെന്ന് കണ്ടപ്പോൾ രമാ പി കെയെ കൊണ്ട് പാടിച്ചതും അവൾ പാടുന്ന കേട്ടെന്റെ കണ്ണു നിറഞ്ഞതും ഞാൻ ഓർത്തു. കരുണേട്ടൻ മേശമേൽ എഴുന്നേറ്റിരുന്നു. നിനക്കറിയാവോ, ശ്രീധരൻ മാഷാണ് എന്റെ കവി. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിന്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്നെഴുതാൻ മലയാളത്തിലൊരു വൈലോപ്പിള്ളിയെ ഉള്ളട. എന്നിട്ടും ജ്ഞാനപീഠം അവന്മാര് ഉറുപ്പ് മാഷിന് കൊടുത്തു. കരുണേട്ടൻ തല കുമ്പിട്ട് താഴേക്ക് നോക്കിയിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ ശ്രീധരൻ മാഷ്ക്ക് കിട്ടാഞ്ഞത്? കരുണേട്ടൻ അപ്പോൾ വല്ലാത്തൊരു ചിരി ചിരിച്ചു. കാക്കേനെ കുറിച്ച് കവിത എഴുതിയ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോടാ? അതിന് സൂര്യകാന്തിനെ പറ്റിയൊക്കെ എഴുതണം. കരുണേട്ടൻ അതും പറഞ്ഞ് മേശയിൽ കൈവരത്തി ഒരടിയടിച്ചു. നിശ്ചലമായി കിടന്ന ക്ലോക്കുകളൊക്കെയും ഒരു നിമിഷം ഞെട്ടി അന്താളിച്ച് ഒന്നു രണ്ടു വട്ടം ഇടിച്ച് പിന്നെയും പഴയതുപോലെയായി. നിനക്കൊരു സംഗതി കാണണോ? കരുണേട്ടൻ കയറിൽ പിടിച്ചു തൂങ്ങി ചുവരലമാരയുടെ പാളി തുറന്ന് ഒരു പെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അതിന്റെ അടിയിൽ നിന്നും തപ്പി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വെച്ച കടലാസു കഷ്ണം ഒരെണ്ണം എടുത്ത് എന്റെ നേരെ നീട്ടി. നീ ഇതൊന്ന് വായിച്ചു നോക്ക്. ഞാൻ വായിച്ചു. പ്രിയപ്പെട്ട കരുണാകരന്, താങ്കൾ അയച്ച കത്തു കിട്ടി. ഞാൻ എഴുതിയ കവിതകളെല്ലാം ഹൃദിസ്ഥമാണെന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും തൃശ്ശൂർ വരികയാണെങ്കിൽ നേരിൽ കാണാൻ മറക്കരുത്. ഇനിയും എഴുതുമല്ലോ. സ്നേഹത്തോടെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഒപ്പ്. വർഷങ്ങളുടെ പഴക്കം കൊണ്ട് മഞ്ഞച്ചുപോയ കടലാസിൽ നീലമഷിയിൽ പഴയ ലിപിയിൽ എഴുതിയ കവിയുടെ കൈപ്പട. ഞാനത് ഒന്നു രണ്ടാവർത്തി വായിച്ചു. കത്തുകരുണേട്ടൻ തിരികെ വാങ്ങി പഴയതുപോലെ പെട്ടിയിൽ ഭദ്രമാക്കി വെച്ച് അലമാരയടയ്ക്കുമ്പോൾ എന്നെ നോക്കി. മാഷൊരു വൈദ്യന്റെ കൂട്ടാണ്ടാ. ജീവിതം കയറി മറിഞ്ഞ് നമ്മളാകെ ഇടങ്ങറായിരിക്കുമ്പോ മരുന്ന് കുറിപ്പടി പോലത്തെ ചില കവിതകൾ മാഷ് എഴുതും. അത് വായിച്ച് നമ്മൾ പിന്നെയും ഇടങ്ങറാവും. അന്ന് ഈ കത്ത് നമ്മുടെ പോസ്റ്റ്മാൻ സുധാകരൻ കൊണ്ടുത്തരുമ്പോ ഞാൻ ഈ ക്ലോക്ക് പണിതുകൊണ്ടിരിക്കുക. കത്ത് വായിച്ചു കഴിഞ്ഞതും ക്ലോക്ക് പെട്ടെന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ ഓട്ടം മുഴുവൻ പിറകോട്ട്. ഞാനങ്ങനെ അന്തിച്ചു നിൽക്കുമ്പോ അതൊന്ന് നിന്ന് പയ്യെ പയ്യെ മുന്നോട്ട് തന്നെയായി. അപ്പോൾ ഉണ്ടായ തോന്നല, തൃശ്ശൂർക്കൊന്ന് പോകണം, ശ്രീധരൻ മാഷെ കാണണം എന്നൊക്കെ. പക്ഷെ പറ്റിയില്ല. ഞാൻ വരുന്നു മാഷ് വിചാരിച്ചു കാണും. മാഷക്കറിയില്ലല്ലോ എന്റെ ഈ കാല് രണ്ടും ചോദ്യചിഹ്നം പോലെ ആണെന്നൊന്നും. കരുണേട്ടൻ ഏറെ നേരം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നു. മാർബഹനാം ബസ് തന്റെ വാച്ചുപുരയ്ക്ക് മുൻപിൽ അങ്കമാലി ചാലക്കുടി തൃശൂർ എന്നൊരു ബോർഡും വെച്ച് വന്നു കിടക്കുന്നതോ, അതിന്റെ കണ്ടക്ടർ ഈ ക്ലോക്കിൽ നോക്കി സമയമറിച്ചുകൊണ്ട് വിസിലടിക്കുന്നതോ, പിന്നെ എന്നോ നിലച്ചുപോയ ഘടികാരം ഭിത്തിയിലെ മറാലകൾക്കിടയിലേക്ക് പിന്തള്ളപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പുറമൂടി അഴിച്ചുവെച്ച്, കരുണേട്ട നമുക്കിവനെ ശരിയാക്കിയാലോ എന്ന് ഞാൻ ചുമലിൽ തൊട്ടപ്പോൾ കരുണേട്ടൻ എന്നെ തടഞ്ഞു. വേണ്ടടാ, നീ അത് അങ്ങനെ തന്നെ അടച്ചു വെച്ചേര്. ഇതെന്തൊരു ഭ്രാന്ത് എന്ന് ഞാൻ സ്ക്രൂ തപ്പുമ്പോൾ കരുണേട്ടൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു, ചില ഘടികാരങ്ങള് അഴിച്ചു പണിയൊന്നും വേണ്ട. ആരും നന്നാക്കിയെടുക്കാനില്ലേലും എപ്പോഴെങ്കിലും അവ തനിയെ ഓടിത്തുടങ്ങിക്കൊള്ളും. മേശയിൽ നിന്ന് നിരങ്ങി നിരങ്ങി കരുണേട്ടൻ കസേരയിൽ വന്ന് തലയ്ക്ക് കൈകൊടുത്തിരുന്നു. ക്ലോക്കടച്ച് സ്ക്രൂ വെച്ച് ആ പഴയ ആണിയിൽ തന്നെ തൂക്കുമ്പോൾ കരുണേട്ടൻ പറഞ്ഞു, എനിക്ക് വയ്യടാ, ഇന്ന് ഇത്രയും മതി. ഇനി അംബിക വരാനൊന്നും നിൽക്കണ്ട. നീ എന്നെ വീട്ടിലൊന്നാക്കിയേച്ച് സൈക്കിളും കൊണ്ട് പൊക്കോ. വീടിനു മേലേക്ക് വലിയൊരു പേരമരം വളർന്നു കിടന്നിരുന്നു. അതിന്റെ കൊമ്പിൽ ചില പിറുങ്ങിണി കായകൾ. കരുണേട്ടനെ കൈപിടിച്ച് അരമതിലിരുത്തി ഞാൻ സൈക്കിളിന്റെ സ്റ്റാൻഡ് തട്ടി. കരുണേട്ടൻ അപ്പോൾ വഴിയിലേക്ക് നോക്കി. അംബിക പെണ്ണ് ആടിനെ കെട്ടാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ കൊപ്രാക്കളത്തി കാണും. അവളിങ്ങ് വന്ന ഒരു ഗ്ലാസ് കട്ടനടിച്ചു വെച്ച് പോവാം, നീ നിൽക്ക്. ഞാൻ നിന്നില്ല. നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു ഞാൻ സൈക്കിൾ ഉന്തി.
ഞാനുന്തുന്ന സൈക്കിളിന്റെ പിന്നിലിരുന്ന് പിറ്റേന്ന് രാവിലെ പീടികയിലേക്ക് പോരുമ്പോൾ കരുണേട്ടൻ നിശബ്ദനായിരുന്നു. ഒരു വിധത്തിൽ ഒക്കിക്കുത്തിയും കൈപിടിച്ചും കസേരയിൽ ഇരിക്കുമ്പോൾ ഞാനുന്തുന്ന സൈക്കിളിന്റെ പിന്നിലിരുന്ന് പിറ്റേന്ന് രാവിലെ പീടികയിലേക്ക് പോരുമ്പോൾ കരുണേട്ടൻ നിശബ്ദനായിരുന്നു. ഒരു വിധത്തിൽ ഒക്കിക്കുത്തിയും കൈപിടിച്ചും കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്നത്തെയും പോലെ തട്ടിക മുഴുവൻ തുറന്നു വയ്ക്കാനാഞ്ഞു. വേണ്ട, കരുണേട്ടൻ എന്നെ തടഞ്ഞു. ഇന്നത് അടഞ്ഞു കിടക്കട്ടെ, നമുക്കകത്ത് ചില്ലറ പണിയുണ്ട്. നീ ഈ തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ആ മൂലയിലേക്ക് മാറ്റിയിടും. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാവാത്ത പഴയ ക്ലോക്കുകളുടെ അസ്ഥികൂടങ്ങൾ, പത്രമാസിക കടലാസു കൂമ്പാരങ്ങൾ, കാലൊടിഞ്ഞൊരു കസേര എല്ലാം കൂടി മാറ്റിയെടുത്തപ്പോഴേക്കും ഞാൻ വിയർത്തു. പൊടിയേറ്റ് പലവട്ടം തുമ്മി. ഇനി നീ ആ കൈപ്പിടിയൊന്ന് പൊക്കിക്കേ. അപ്പോൾ മാത്രമാണ് തറയിൽ ഉയർത്തിയെടുക്കാവുന്ന മച്ചടപ്പിന്റെ കൈപ്പിടി ഞാൻ കണ്ടത്. ഒട്ടുദൂരെ നിരത്തിന്റെ താഴ്ചയ്ക്കൊപ്പം കെട്ടിപ്പൊക്കിയ ഒരു ഭൂഗർഭ മുറി. ടോർച്ച് തെളിച്ചുകൊണ്ട് ഞാൻ ഗോവണി ഇറങ്ങി. ഇതിന്റെ അടിയിൽ ഇങ്ങനെയൊരു സീക്രട്ടുള്ള കാര്യം എനിക്കറിയാൻ മേലായിരുന്നു. കരുണേട്ടൻ കയറിലെ പിടിവിട്ട് ഗോവണിയുടെ ആദ്യത്തെ പടിയിലിരുന്നു. അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തുള്ളതാ അന്നത്തെ തച്ചന്മാരുടെ പണിക്കൂറ്. മുറിയിലെ 2 അലമാരകളിൽ നിറയെ പുസ്തകങ്ങൾ, ഒരു മേശ, കസേര, ഹരിക്കെയിൻ ലാമ്പ്, ഇപ്പോൾ ആരോ എഴുന്നേറ്റ് പോയതുപോലെ മടക്കി വെച്ച പുൽപ്പായ. ഭിത്തിയിലെ നിറമങ്ങിയ ഫോട്ടോയ്ക്കുള്ളിൽ നിന്ന് പട്ടം സദന്റെ മുഖച്ഛായുള്ള ഒരാൾ ഈർക്കിലി വർണ്ണം മീശയുമായി എന്നെ നോക്കി. ഞാൻ പറഞ്ഞു ചിരിച്ചു. കരുണേട്ടന്റെ പണ്ടത്തെ പടം. കരുണേട്ടൻ ചിരിച്ചില്ല. അല്ലടാ, അതെന്റെ അനിയനാ, കുമാരൻ. ഞങ്ങള് ഇരട്ടകളാർന്നു. കരുണേട്ടൻ 2 പടി കൂടി താഴേക്കിരുന്നു. അവന് പുസ്തക പീരാന്തായിരുന്നു. നിനക്കറിയോ, ചില പുസ്തകങ്ങള് നല്ല മനുഷ്യരെ പിന്നെയും നല്ലവരാക്കും. അത്രയും നല്ല മനുഷ്യനെ ലോകത്തിന് സഹിക്കാൻ പറ്റൂല. ഞാനപ്പോൾ ടോർച്ച് മുകളിലേക്ക് തെളിച്ചു പിടിച്ച് വെളിച്ചത്തിന്റെ തൂണുകൾ ഉണ്ടാക്കുന്ന തച്ചനായി. കരുണേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നടക്കാൻ വയ്യല്ലോ. എനിക്ക് നടക്കാനുള്ള ദൂരം കൂടി കടന്ന പോലെ അവൻ എവിടെയും പോയിട്ട് വരുമ്പോ അവന്റെ മുന്നിന്റെ അടിവശം എപ്പോഴും മണ്ണുപുരണ്ട് ചോന്നിരിക്കും. അന്നൊക്കെ മണ്ണിന് നല്ല ചുവപ്പാ. അവന് ചില കവിതകളും അറിയായിരുന്നു. എനിക്കത് കേൾക്കുമ്പോ ശ്വാസം മുട്ടും. ഉദയഭാനുവിന്റെ ശബ്ദത്തില് വെള്ളി നക്ഷത്രമേ എന്ന് പാടുമ്പോ അവൻ എന്നെ ഒരു നോട്ടം നോക്കും. പിന്നെ ശ്രീധരൻ മാഷിന്റെ കവിതയില ഞങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തിയത്. ചാരി വീഴുന്ന വെട്ടത്തിൽ കരുണേട്ടന്റെ മുഖം നനഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന സമയം പോണതറിയില്ല. പക്ഷെ കുമാരന് ഇതിന്റെ അകത്തിരുന്നാലും സമയം കൃത്യം അറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാ കിഴക്കമ്പലത്തു നിന്ന് SI കരുണാകരൻ നമ്പ്യാരും മറ്റും വന്നപ്പോ പുറത്തേക്ക് ഇറങ്ങാതിരുന്നത്. വന്നപാടെ കരുണാകരൻ നമ്പ്യാർ, ആരടാ ഈ കരുണാകരൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനും കരുണാകരൻ, നീയും കരുണാകരൻ. പിന്നെ നീ എന്താടാ കരുണാകര ഇങ്ങനായി പോയേ എന്ന് എന്റെ കാലുമ്മലേക്ക് നോക്കി SI തമാശ പറഞ്ഞു. പക്ഷെ ചിരിച്ചില്ല. പകരം പോലീസുകാര് ചിരിച്ചു. പിന്നത്തെ ചോദ്യം, എവിടെടാ നിന്റെ അനിയൻ കുമാരൻ എന്നായി. എനിക്കറിയാൻ മേലെന്ന് ഞാൻ പറഞ്ഞു. സത്യത്തിൽ അവനിതിന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തോന്നാടാ ഈ നവയുഗം എന്നായി അടുത്ത ചോദ്യം. പിറകിൽ നിന്ന് കോൺസ്റ്റബിൾ പത്രോസ് തിരുത്തി. നവയുഗമല്ല സാറേ, നവലോകമാ, നവലോകം മാസിക. പത്രോസിനെ പെൻസിൽ മുന പോലെ കൂർപ്പിച്ച നോട്ടം കൊണ്ടൊന്ന് വിരട്ടി നമ്പ്യാര് പറഞ്ഞു, എന്തായാലും നവമല്ലേടോ, അതുതന്നെ പെശക. അടുത്ത ചോദ്യം എനിക്ക് കൊണ്ടു. ആരൊക്കെയാടാ തൃശ്ശൂരിന്ന് ഇവിടെ വരവും പോക്കും? മോഹനചന്ദ്രൻ, വേണു, പീറ്റർ. ഞാനൊരക്ഷരം മിണ്ടിയില്ല. ആരെങ്കിലും തൃശ്ശൂരിന്ന് വന്നിരുന്നെങ്കിൽ മാഷിപ്പോ ഏത് സ്കൂളിലാണെന്ന് ചോദിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. തൃശ്ശൂർക്ക് ആൾക്കാർ പോകുകയല്ലേ ഉള്ളൂ, വരൂല്ലല്ലോ. പോകാൻ നേരത്ത് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്നോർത്താവണം. കരുണാകരൻ നമ്പ്യാർ എന്റെ കരണത്ത് ആഞ്ഞൊരടിയടിച്ചിട്ട് പറഞ്ഞു, എടാ ചട്ടുകാലൻ എംബോക്കി, നിന്റെ അനിയൻ എവിടെ ഒളിച്ചാലും ഞങ്ങൾ പൊക്കിക്കോളാം. നമ്പ്യാര് വാക്കു പാലിച്ചു. പാലാരിവട്ടത്ത് പെട്ടിക്കടയിൽ നിന്ന് നന്നാറി സർബത്ത് കുടിച്ചോണ്ട് നിൽക്കുമ്പോ കുമാരനെ പോലീസ് പിടിച്ചു. അന്നത്തെ ആ അടിയില് എന്റെ പല്ല് 2 എണ്ണം ഇളകി ഊരിപ്പോയി. 70കൾ എന്നൊക്കെ കേട്ടാ എനിക്കിപ്പോഴും വരും പല്ലുവേദന. അപ്പോൾ ഞാൻ ടോർച്ച് കെടുത്തി നരച്ച ഇരുട്ടിനെ വരുത്തി. കരുണേട്ടന്റെ മുഖം ഇപ്പോൾ ദുഃഖം കൊണ്ടാവും നനഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ ഓർത്തു. വീണ്ടും ടോർച്ച് തെളിച്ചപ്പോൾ കരുണേട്ടൻ പറഞ്ഞു, കഥ തീർന്നു എന്ന് കരുതിയോ നീയെ? എന്നാ തീർന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോ കരുണാകരൻ നമ്പ്യാർ പിന്നെയും വന്നു. ഇത്തവണ വലിയ സങ്കടത്തിലാണ് വരവ്. ക്രിസ്മസിന് 2 ദിവസം മുമ്പാണെന്ന് ഓർക്കണം. ഞാനും അംബികയും കൂടെ കരോത്സംഗം വരുമ്പോ വെട്ടം കാണിക്കാൻ അരമതിലിലെ മെഴുകുതിരി നിരത്തി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്പ്യാര് എന്റെ കൈ കൂട്ടിപ്പിടിച്ചു പറഞ്ഞു, കരുണാകര, എനിക്ക് വലിയ സങ്കടമുണ്ട്.
ജയിലിൽ വെച്ച് കുമാരൻ ആത്മഹത്യ ചെയ്തു. നീ വന്ന് അവന്റെ ബോഡി ഏറ്റുവാങ്ങണം. അതുകേട്ട് അംബിക വലിയ വായിൽ കരഞ്ഞു. അവളന്ന് കുഞ്ഞല്ലേ, എന്തറിയാം. ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, ആ പരുവത്തി അവനെ കിട്ടിയിട്ട് എന്തോ ചെയ്യാനാ. ശവം നിങ്ങൾ തന്നെ എന്തേലും ചെയ്യ്. എന്നെ കൊണ്ട് ചില പേപ്പറിലൊക്കെ ഒപ്പിടിച്ച് ഇപ്പം നിലവിളിക്കും എന്ന ഭാവത്തില് നമ്പ്യാര് പോയി. അന്നൊരു ഡിസംബർ 22-ാം തീയതി ആയിരുന്നു. കൊല്ലം കുറേ കഴിഞ്ഞ് ശ്രീധരൻ മാഷ് മരിച്ചത് എന്നാന്ന് നിനക്കറിയോ? നീ സ്കൂളിൽ പഠിച്ചു കാണും. 85-ലാ, ഡിസംബർ 22-ന്. അന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് ചില കച്ചറയൊക്കെ ഉണ്ടായി. അതുപോട്ടെ, മണല് കോരിക്കോരി എന്നിട്ടാ ഭാരതപ്പുഴ ഇപ്പോഴെവിടെയാ? ഓർമ്മകൾ കലങ്ങി കരുണേട്ടൻ ചെറുതായി കിതച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിലെ രസം ഇതൊന്നുമല്ല. അതറിയണമെങ്കിൽ നീ എന്റെ കാലുമ്മലേക്ക് നോക്ക്. ഞാൻ വെളിച്ചം കോണിപ്പടിയിലെ കരുണേട്ടന്റെ കാലുകളിലേക്ക് തെളിച്ചു. ഗോവണിയുടെ പടികൾ ഒരു ബുക്കിലെ ഒറ്റവരകളാണെങ്കിൽ അതിൽ തലതിരിച്ചെഴുതിയ അക്കങ്ങളായി വളഞ്ഞ കാലുകളെ ഞാൻ ചേർത്തു വായിച്ചു. 22. അറ്റം മടക്കിയുണ്ടാക്കിയ മാർജിൻ പോലെ ഞങ്ങൾക്കിടയിൽ ഇരുട്ട് കിടന്നു. ഞാൻ അന്താളിച്ചു നിൽക്കുമ്പോൾ കരുണേട്ടൻ ഗംഭീരമായി ചിരിച്ചു. അന്ന് വൈകിട്ട് എന്റെ കയ്യിൽ കരുണേട്ടൻ ഒരു 100 രൂപ നോട്ട് വെച്ചു തന്നു. ഞാൻ മടിച്ചപ്പോൾ എന്റെ തോളിൽ പിടിച്ചു. ഇരിക്കട്ടെ, നിനക്കും ഉണ്ടാവൂല്ലോ ഓരോ ആവശ്യങ്ങള്. നീ പേടിക്കണ്ട, കള്ളക്കമട്ടമൊന്നുമല്ല, നല്ലതാ. തിരിച്ചു പോരുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു, ഈ കാശുകൊണ്ട് കരുണേട്ടൻ ഒരു ചങ്കൻ ദക്ഷിണ കൊടുക്കണം. ഞായറൊഴിവും പനിക്കാലവും കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെല്ലുമ്പോൾ കരുണേട്ടൻ തിണ്ണയിലിരുന്ന് ഇളമ്പയിൽ കായുകയാണ്. എന്നെ കണ്ടപ്പോൾ എഴുന്നേൽക്കാൻ നോക്കിയിട്ട് അവിടെ തന്നെ ഇരുന്നു. നീ ഇതെവിടായിരുന്നു ഇത്രയും ദിവസം? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്ത് വിശേഷം? അപ്പോ നീ അറിഞ്ഞില്ലേ? അംബിക ഒളിച്ചോടിപ്പോയി. കരുണേട്ടൻ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എടാ, അവള് കൊപ്ര കച്ചവടക്കാരൻ ബഷീറിന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. ഞാൻ പരിഭ്രമിച്ചപ്പോൾ കരുണേട്ടൻ തുടർന്നു. തൃശ്ശൂരുണ്ടെന്നാ കേട്ടത്. പക്ഷേ ബഷീർ അത്ര നല്ലവനൊന്നുമല്ല. ഇനി എന്റെ പെങ്ങൾ എന്താവുമോ എന്തോ. പേരമരത്തിന്മേൽ വെയിൽ വീണപ്പോൾ കരുണേട്ടൻ നിഴൽ വലയ്ക്കുള്ളിലായി. ഞാൻ സങ്കടപ്പെട്ടു. ഇനിയൊന്ന് കൈപിടിക്കാൻ കരുണേട്ടൻ ആരുണ്ട്? സൈക്കിളിന്റെ കാരിയറിൽ നിന്നും ഞാനൊരു പൊതിയെടുത്ത് കരുണേട്ടനെ മടിയിൽ വെച്ചു. എന്തോ നാടാ ഇത്? തുറന്നു നോക്ക്, ഞാൻ പറഞ്ഞു. വൈലോപ്പിള്ളിയുടെ പടമായിരുന്നു. വായനശാലയിൽ നിന്നും ഗ്രന്ഥാലോകത്തിന്റെ കവറിൽ വന്ന ഫോട്ടോ വെട്ടിയെടുത്ത് പടം വരപ്പുകാരൻ ചങ്ങാതിയെ കൊണ്ട് വലുതാക്കി വരപ്പിച്ച് ചില്ലിടിച്ചതായിരുന്നു അത്. കരുണേട്ടൻ ചില്ലിനു മുകളിലൂടെ കൈയോടിച്ചു പറഞ്ഞു. എല്ലാരെയും ചെയ്ത പോലെ ശ്രീധരൻ മാഷയും നമ്മളൊരു ഫ്രെയിമിനകത്താക്കി അല്ലേ? എന്തായാലും നീ കൊണ്ടെത്തുന്നതല്ലേ, നമുക്കിത് കടയിൽ തൂക്കാം. കരുണേട്ടൻ ഒരല്പം ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് തോന്നി. കണ്ടടങ്ങൾ പതിവില്ലാതെ കരുവാളിച്ചിരുന്നു. ഞാൻ ആലോചിക്കുക, തൃശ്ശൂർക്കൊന്ന് പോയാലോ എന്ന്. അവിടെയുമല്ല അമ്യൂസ്മെന്റ് പാർക്കൊക്കെ വന്നാ തിരക്കാവും. ഇവിടുന്ന് ഇപ്പോ ഇഷ്ടം പോലെ ബസ്സുണ്ടല്ലോ. ശ്രീധരൻ മാഷ് ഇല്ലെങ്കിലും മാഷ് നടന്ന വഴിയൊക്കെ നമ്മക്കും കാണാലോടാ. തേക്കിൻകാട് മൈതാനത്ത് മാഷിന്റെ കാല് തട്ടിയ കല്ല് ഇപ്പോഴും കിടപ്പുണ്ടാവും. അഴിച്ചുവെച്ച ക്ലോക്കിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴെന്ന പോലെ കൃഷ്ണമണികൾ കരുണേട്ടൻ നിശ്ചലമാക്കി പിടിച്ചു. പിന്നെ പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് ഞാൻ വരുന്നില്ല. കട ഇനി നീ തുറന്നാ മതി. കട്ടിളപ്പടിക്ക് മുകളിൽ നിന്ന് താക്കോലെടുത്ത് വിരലിലിട്ടു കറക്കി K&K വാച്ച് റിപ്പയറിംഗ് കമ്പനിയിലേക്ക് ഞാൻ സൈക്കിൾ ഓടിച്ചു പോയി. അന്നു രാത്രി കരുണേട്ടൻ പുതിയൊരു ക്ലോക്ക് ഉണ്ടാക്കി. കഴുക്കോലിൽ കെട്ടിയ കയറിൽ തൂങ്ങിക്കിടന്ന് വിചിത്രമായൊരു സമയമാപിനിയുടെ ആൾപെൻഡുലമായി ഇടംബലമാടി. മുറ്റത്തെ പേരമരത്തിന് ചുവട്ടിൽ നിന്ന് പെങ്ങളൊരെണ്ണം അന്യജാതിക്കാരന്റെ കൂടെ പോയാലുള്ള മനോവിഷമമാ. എന്നാലും ഇത്രയും പൊക്കത്തിലുള്ള കഴുക്കോലുമ കയറുകെട്ടാൻ ഇയാൾക്കിതെങ്ങനെ പറ്റി എന്നൊക്കെ ആളുകൾ അടക്കം പറഞ്ഞു. ഞാനത് കേൾക്കാൻ നിന്നില്ല. ഭൂതകാലം എപ്പോഴും നിരാലംബമാണെന്ന് കരുണേട്ടൻ എന്നെ പഠിപ്പിച്ചിരുന്നു. ഭാവിയുടെ അനിശ്ചിതത്വത്തെ വർത്തമാനത്തിന്റെ വ്യാമോഹങ്ങൾ കൊണ്ട് മറികടക്കാമെന്നും. കാലം അഹന്തയോ അലങ്കാരമോ അല്ലെന്നൊരു ഉൾപ്രേരണയുടെ കൈപിടിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വാച്ചുപീടികയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ആ വിജിഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നെഴുതിയ കവിയുടെ നാട്ടിലേക്കുള്ള ബസ്സിന് കൃത്യസമയം കാണിക്കാറുണ്ടായിരുന്ന മരപ്പിടികളുള്ള ആ പഴയ ക്ലോക്ക് ഉറക്കമുണർന്നതുപോലെ സ്പന്ദിച്ചു തുടങ്ങിയിരുന്നു. എനിക്കറിയാം, കരുണേട്ടൻ ഇപ്പോൾ തൃശ്ശൂരെത്തി കാണും.